ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷേഷ് യൂട്യൂബ് ചാനൽ. അപ്പം കുറേ ദിവസമല്ല മാസമായി ഉണ്ടാവും ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഷോർട്സ് ആകുമ്പോൾ ഉമ്മ എന്തെങ്കിലും ഇൻസ്റ്റയിൽ ഇട്ടാൽ തന്നെ കുറേ ഇട്ടിട്ടുണ്ട് ഇടലുണ്ട് ഷോർട്സിൽ. എനിക്കിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ്. നമ്മൾ എപ്പോഴും എന്ത് പറയും, വീഡിയോ എടുക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ കുറച്ച് കമൻസ് വന്ന് മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണിക്കുമെന്ന് വെച്ചിട്ട്, അപ്പം അതിനാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ എനിക്ക് കുറേ കമൻറ്റ് വരാറുണ്ട് സ്കിൻ കെയർ കാണിക്കുമെന്നൊക്കെ വെച്ചിട്ട്. സ്കിൻ കെയർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. എൻ്റെ ഫേസിലുണ്ടോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഒന്ന് ഫേസ് വാഷ് ഇട്ടൊന്ന് ഫേസ് നല്ലോണം വാഷ് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ കുടുംബക്കാരുടെ അടുത്തുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മുഖത്തൊക്കെ ഒന്ന് തേക്കും കേട്ടോ. അതേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ ഫേസിൽ പിമ്പിൾസ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇവിടെ പോകുമ്പോൾ മീൻസ് ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോൾ, പിന്നെന്താ പറയുക, റീലെടുക്കുമ്പോൾ അങ്ങനെ അതിനൊക്കെ ഞാൻ മേക്കപ്പ് ഇടാറുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ പൗഡർ പോലെ ഞാൻ വീട്ടിൽ നിന്ന് ഇടാറില്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഇഷ്ടമല്ല. ചോദിക്കുന്നുണ്ട് എനിക്ക് എത്ര വയസ്സായിന്ന്. എനിക്കിപ്പോൾ 11 വയസ്സാണ്. ഈ കൊല്ലം ഓഗസ്റ്റ് 13 വരുമ്പോഴേക്ക് 12 വയസ്സാവും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് മുടി ഒന്ന് കെട്ടി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ മുടി ഞാൻ മുന്നിലേക്ക് വരും. ജസ്റ്റ് ഒന്ന് ഹെയറിന് ബാക്കിൽ കെട്ടി വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ഒന്നും ഇടാറില്ല. ഫൗണ്ടേഷൻ, ബ്ലഷ്, ലിപ്സ്റ്റിക്, ഐലൈനർ, അതൊക്കെ തന്നെയുള്ളൂ. അപ്പം നമ്മൾ മേക്കപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു മെയിൻ കാര്യം ഉണ്ടാവും. എന്താവും അത്? മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിൻ്റെ കുറച്ച് ഓയിലി പ്ലസ് എന്ത് സ്കിന്ന് മനസ്സിലാവില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല ഓയിലി സ്കിന്നായിട്ട് ഫീൽ ചെയ്യും, ഇടയ്ക്ക് നല്ല ഡ്രൈ സ്കിന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നല്ല ഡ്രൈ ആയിക്കണം കേട്ടോ ഗൈസ്. അപ്പം ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഞാൻ ഇവിടെ നിവിയ സോഫ്റ്റ് നൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം ഫേസ് ബോഡി ഹാൻഡ്സ്. അപ്പം ഇതാ ആണോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൊരു ഇത്. ചെറുതാട്ടോ, പകുതി തീർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ഞാൻ അധികം ഇടാറില്ല, കുറച്ചിടാം. അധികം സാധാരണ ഇടുന്ന പോലെ ഇടും. അധികം ബാധിപ്പെടുത്തിയിട്ടൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അത് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഫൗണ്ടേഷൻ ഞാൻ ഇതാണ് യൂസ് ചെയ്യല്. ഇതൊരു റോളർ ടൈപ്പാട്ടോ, വിത്ത് വിറ്റമിൻസ് മേക്കപ്പ് ഫൗണ്ടേഷൻ വിത്ത് വിറ്റമിൻസ് ഇ ആട്ടോ. ഇത് നല്ലതാട്ടോ, നല്ല ഒരു വാട്ടറി ഫീലാണ്. അതുകൊണ്ട് തന്നെ ഇത് വേഗം ബ്ലെൻഡപ്പ് ആട്ടോ. സംഭവം കണ്ടോ, റോളർ ചെയ്യുമ്പോൾ നമുക്കതിന് ഫൗണ്ടേഷൻ കിട്ടും. ഈ ഒരു സംഭവമാണ്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇവിടെ ആക്കും. ഞാൻ എടുക്കുന്ന സ്പോഞ്ച് ഇതായിട്ടുണ്ട്, പരിപ്പളിക്കണേ. കണ്ണിൻ്റെ അടിയിലൊക്കെ ഞാൻ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുക. ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ഹാൻഡ്സ് കൊണ്ടായിട്ട് അപ്ലൈ ചെയ്യാറില്ല. ഞാൻ
പൗഡർ കോമ്പാക്റ്റ് ഒന്നും അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആദ്യമൊക്കെ കോമ്പാക്റ്റ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കോമ്പാക്റ്റ് യൂസ് ചെയ്യാറില്ല. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഡാർക്ക് സർക്കിൾസ് ഇല്ലെങ്കിലും ഒന്ന് കണ്ണിൻ്റെ അടിയിൽ ഇടണം. കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇട്ടു. എന്താ വെച്ചാൽ സ്പോഞ്ച് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് കൊണ്ട് ബ്ലെൻഡായി കിട്ടൂല കേട്ടോ. പിന്നെ ഇപ്പോൾ സ്പെക്സ് വെക്കുന്നുണ്ട്. എനിക്ക് ലോങ് സൈറ്റ് ഇല്ല, അതിനുകൊണ്ടൊക്കെ ഇപ്പോൾ സ്പെക്സ് വെക്കണം. അതിനുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അടയാളം വരുന്നുണ്ട് കേട്ടോ. അപ്പം അത് അവിടെ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറുണ്ട് നോസിൽ. വാട്ടർ ആയതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അധികം ഉണ്ടാവില്ല. പിന്നെ മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ട് വാട്ടർ ആയതുകൊണ്ട് ബ്ലെൻഡും ആവില്ല, വേഗം മീൻസ് ഡ്രൈ ആയി ഒട്ടി പിടിക്കില്ല കേട്ടോ ഫേസിൽ. കൈ വെച്ചിട്ടാണ് ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്യുക. എനിക്കതാണ് കംഫർട്ടബിൾ കേട്ടോ. ഇൻസ്റ്റയിൽ റീൽ ഇടാറുണ്ട്, അത് എടുത്തിട്ട് യൂട്യൂബിൽ ഷോർട്സിൽ ഇടും. അങ്ങനെ കേട്ടോ. ലോങ് വീഡിയോസ് ഇട്ടിട്ടിപ്പോൾ ഐ തിങ്ക് കുറേ ആയി, മന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇട്ടിക്കണമെന്ന് കണ്ടിട്ടില്ല, നോക്കണം. ഞാനത് യൂട്യൂബൊന്നും അത്ര നോക്കില്ല, ഞാൻ ഇൻസ്റ്റാണ് മാനേജ് ചെയ്യല്. അതൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ബാഗിലാണ് ഞാൻ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലാണ്. ഇപ്പൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പൗച്ചിലിട്ടിട്ടാണ്, ഈ ഒരു ബാഗാണ് ഇതിൻ്റെ ചെറിയൊരു ഹാൻഡ് ബാഗാണ് ബ്ലാക്ക്. ഇതിലിട്ടിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്സ് കൊണ്ടുവരാറുള്ളത്. ഇത് ഇപ്പൻ്റെ വീട്ടിലാകുമ്പോൾ അവിടെ എനിക്കൊരു ഷെൽഫ് ഉണ്ട് ചെറിയ, അതിൽ വെക്കും. ഈ ഒരു സംഭവം നിങ്ങൾക്ക് മേക്കപ്പ് സെറ്റില്ലേ അതിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്നൊരു സംഭവമാണ്. ഇത് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്ന് കഴിഞ്ഞ് ഞാൻ ഒഴിവാക്കിയിട്ട് പാത്രം, പിന്നെ ഒന്നും കൂടെ ഉണ്ട്. അതിപ്പോൾ അതിൽ നിറച്ചുണ്ടായിരുന്നു, അതിപ്പോൾ മിസ്സിങ് ആണ്, കാണുന്നില്ല. പിന്നെ ഇത് കേട്ടോ കാലിയാണ്. രണ്ടും ഞാൻ യൂസ് ചെയ്ത് തീർന്നു പോയി. അപ്പം ഇത് ഞാനിങ്ങനെ പിശിക്കെടുക്കും. ഇത് കണ്ണിൻ്റെ അടിയിലാണ് പൊതുവേ ഇടാറുള്ളത്. കണ്ടോ, അത് ഡാർക്ക് സർക്കിൾസ് ഹൈഡായി. ഇത് ഞാൻ യൂസ് ചെയ്തെങ്കിൽ ജസ്റ്റ് ഒന്നും ഇടാൻ പോലും ഇല്ല. പുതിയതുണ്ടാ, ഞാൻ ഇപ്പോൾ മുകളിലുള്ളത് താഴത്താണ് പോയിട്ട് എനിക്ക് അറിഞ്ഞു വയ്യ. നെക്സ്റ്റ് ഞാനൊരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്ന് വെച്ചാൽ ലൈക്ക് നമ്മളെ സ്ട്രോബ് ക്രീം അല്ലേ, സ്ട്രോബ് ക്രീം മീൻ്റെ ഒക്കെ പോലത്തെ റോസ് റാഡിയൻസ് ക്രീം എന്നത് ക്ലാരിൻസ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. ഇതാകുമ്പോൾ നല്ലൊരു ഗ്ലോയിങ് കിട്ടും, അതിനൊരു പിങ്ക് ഷെയ്ഡും കിട്ടും. ഇത് കൂടി ഇത് അങ്ങനെ ഞാൻ ഇടാറില്ല. ഞാൻ ഇതിലേക്ക് കുറച്ചുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, ദാറ്റ്സ് സോ ക്യൂട്ട് ഷെയ്ഡ്. വേറെ ഒരു സംഭവമുണ്ട്, ഇത് ഞാനൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് ഒരു ബ്ലഷ് ടൈപ്പാണ്. ഈ ഒരു ഷെയ്ഡ് കിട്ടിയെങ്കിൽ ഇത് ഞാൻ കൂടി പോകരുത്.
ഇതിൻ്റെ ബ്ലഷ് ബ്ലെൻഡറാണ് ഇത്. ഇതിൻ്റെ ബ്ലഷ് ബ്ലെൻഡറാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലോയിങ് പിങ്കിഷാണത്. പിങ്കിഷ് വരണമെങ്കിൽ എന്തായാലും എൻ്റെ കൂടെ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും ആഡ് ചെയ്യണം. നല്ലൊരു പിങ്കിഷ് വരുള്ളൂ കേട്ടോ. നല്ലൊരു മറ്റേ പിങ്കിഷ് ഉണ്ട്, ബട്ട് ഈ ഒരു ഗ്ലോയിങ് പിങ്കിഷ് ഉണ്ട്, ബട്ട് ഇത്ര പിങ്കിഷ് കിട്ടൂല. കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇത് ഓർഡർ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഐ തിങ്ക് 5 മന്തായി ഈ ഒരു റോളർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വേണ്ട, അധികം ലൈറ്റ് വെയിറ്റ് ആയി. ഇത്രേ ഉള്ളൂ. നമുക്ക് ഐലൈനറാണ് മെയിനായിട്ടുള്ള സംഭവം. നമുക്ക് ഐലൈനർ എഴുതാം. ഓക്കെ, നമുക്ക് ഐലൈനർ എഴുതാൻ തുടങ്ങാം. തിക്കാക്കാണ്ട് ഈ കണ്ടോ നോക്കാതാണ് കേട്ടോ ഇതിന്. വിചാരിക്കാൻ പോലെയല്ല ഗൈസ്, സോ ടഫാണ്. കണ്ണാടി പോയി ഇതുവരെ വെച്ചാൽ ഇതൊക്കെ കാണിച്ചു തരും. വാലിട്ടില്ല. ഞാൻ എന്തായാലും വാഴുമ്പോൾ ഒന്നിങ്ങനെ കൊണ്ടോ രണ്ട് മെയിൻ പരിപാടി. ഐലൈനർ എഴുതുമ്പോൾ ടോട്ടലി എൻ്റെ ഫേസ് ചേഞ്ച് ആവും ഗൈസ്. എൻ്റെ ഫേസിൽ ഐലൈനർ എഴുതുന്നത് ഇതൊക്കെ വേണ്ട, വേറെ ഒരു ഫേസായി. ഓക്കെ, ലിപ്സ്റ്റിക്. ഈ ഷെയ്ഡല്ല ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഭയങ്കര ലൈറ്റായില്ലേ? അതെ, നെക്സ്റ്റ് ആടുന്നത് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ഈസ് ബിക്കം സെയിം ഐ തിങ്ക്. അടുത്തിങ്ങനെ ഇതൊരു ഓറഞ്ച് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു എൻ്റെ മുടിക്കിപ്പോൾ ഇങ്ങനെ ഡൈ ചെയ്ത് വെക്കാനാട്ടോ എനിക്കിപ്പോൾ ഇഷ്ടം. അയച്ചു വരുമ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടം. കുറച്ച് ഹെയർ കട്ട് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുന്നൊരു സാധനമുണ്ട്. ഇതാണ് മാർസിൻ്റെ ജെറി കോള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. കണ്ടോ, 8 ഷെയ്ഡ്, 18 ആണ്, ഷെയ്ഡ് 8 ആണ്.
ഇതൊക്കെ ഒന്നും ഇടാറില്ല, ജസ്റ്റ് ഇതിൻ്റെ ക്യാപ്പ് എടുക്കും. ഒരു ഗ്ലേസിങ് ജസ്റ്റ് ഒന്നിടും. ഏകദേശം കയ്യാറായിട്ടുണ്ട്. ഞാൻ അധികം ഇടാറില്ല കേട്ടോ. ഇവിടെ മൊത്തം സാധനങ്ങൾ നിരഞ്ഞ് കിടക്കുന്നുണ്ട്. അതൊക്കെ നിർത്തിയിട്ടൊന്ന് സെറ്റാക്കണം. ഇതിൽ ഫങ്ഷനൊക്കെ ആണെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ ഇടാണെങ്കിൽ നെക്കിലും ഇടാറുണ്ട്. അപ്പം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഇപ്പം ഞാൻ തലക്കാലത്തിന് കഴുത്തിലിട്ടില്ല കേട്ടോ. ഹെയർ ഒന്ന് വാരുന്നുള്ളൂ, ബിക്കോസ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇപ്പം മതി. It's my final look. ഞാൻ പൊതുവെ കല്യാണത്തിന് പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. അല്ലാതെ അധികം ഞാൻ ആർപ്പാടാക്കലില്ല. ഐഷേഡോ ഒന്നും ഞാനധികം യൂസ് ചെയ്യാറില്ല. എന്താ വെച്ചാൽ എനിക്കിഷ്ടമില്ല കേട്ടോ. ബ്ലഷ് പിന്നെ യൂസ് ചെയ്യും, വേറെ യൂസാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്താലും മനസ്സിലാവൂല എന്നുണ്ടെങ്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. മസ്കാര കണ്ണിൻ്റെ അടിയിൽ കണ്ടോ വൈറ്റിങ് ഷെയ്ഡ്. ഇത്രയും ഇനിയൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു. ഇന്നൊരു ഐറ്റം കാണിച്ചില്ല. ഇറ്റ് ഈസ് മൈ ദാസ്ലർ ലിപ്സ്റ്റിക്. കുറേ ആൾക്കാർ പറയും ദാസ്ലിൻ്റെ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് അത് നമ്മളെ ഫേസിന് കറുപ്പ് കളറാവും, നിങ്ങളുടെ ഫേസിനൊരു കറുത്ത കളർ വരും എന്നൊക്കെ. യാ ദാറ്റ്സ് ട്രൂ, ബട്ട് ഞാനിത് എപ്പോഴും ഇടാറുണ്ട് ചോദിച്ചാൽ എപ്പോഴും ഞാൻ ഇടാറില്ല കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും റിയൽ എടുക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. It's my final look. സെറ്റാണ് കണ്ടോ. ഇതാണ് എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ. ഇനി കുറേ ആൾക്കാർ എനിക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു Q&A ചെയ്താലോ ഒന്ന്. അപ്പോൾ ഗൈസ് ഞാൻ യൂട്യൂബിൽ ഒരു Q&A ചോദിച്ചു. അവർക്ക് കഴിയുന്നൊരു 13-14 ക്വസ്റ്റ്യനിൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടമായ എന്താണെന്നും കൂടി കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിക്കുക. Q&A പോലെ ഞാൻ എനിക്ക് പറ്റുന്ന ഒരു 13 ക്വസ്റ്റ്യനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഗൈസ് നമ്മളെ യൂട്യൂബിന് 2K സബ്സ്ക്രൈബേഴ്സ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഓൺലി ഐ തിങ്ക് 100 കുറച്ച് മതി കേട്ടോ. കുറച്ച് ഫോളോവേഴ്സും കൂടി ആയാൽ നമുക്ക് 2K അടിക്കും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം 2K അടിക്കാൻ കഴിയും. അപ്പോൾ ഇത്ര കാലം നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. നിങ്ങളെ സപ്പോർട്ടിലുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ ശ്രമിച്ചത്. അപ്പോൾ ഇത്രയും ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.